പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിലൂടെയാണ് ലോകം ഇന്ന് കടന്നുപോകുന്നത്. അമേരിക്ക, ഇറാൻ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ശത്രുത കേവലം പ്രാദേശികമായ തർക്കങ്ങൾക്കപ്പുറം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭീതിയിലേക്ക് ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനായി ഏഷ്യൻ ശക്തികളായ പാകിസ്ഥാനും ചൈനയും ചേർന്ന് മുന്നോട്ട് വെച്ച 5 ഇന സമാധാന പദ്ധതി അന്താരാഷ്ട്ര നയതന്ത്ര രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. എന്നാൽ സമീപകാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത നിലപാടുകളും ഇസ്രയേലിന്റെ സുരക്ഷാ ആശങ്കകളും ഇറാൻ ആണവ പ്രതിരോധ നയങ്ങളും ഈ കനലിനെ വലിയൊരു അഗ്നിപർവ്വതമാക്കി മാറ്റി. പശ്ചിമേഷ്യയിലെ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 1/3 കടന്നു പോകുന്ന ഈ പാതയുടെ നിയന്ത്രണം ഇറാന്റെ കയ്യിലാണ്. ഇത് തടസ്സപ്പെട്ടാൽ ആഗോള സമ്പദ് വ്യവസ്ഥ തകരുമെന്ന ഭീതിയിലാണ് പാശ്ചാത്യ രാജ്യങ്ങൾ. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഇതിനു മുൻപും നടന്നിട്ടുണ്ട്. പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ വെച്ച് 21 മണിക്കൂർ നീണ്ടുനിന്ന അതിനിർണായകമായ ചർച്ചകൾ ഇതിന്റെ ഭാഗമായിരുന്നു. ചൈനയുടെയും പാകിസ്ഥാന്റെയും ഉന്നതതല പ്രതിനിധികൾ പങ്കെടുത്ത ആ ചർച്ചയിൽ ഇസ്രയേലിന്റെയും ഇറാന്റെയും പ്രതിനിധികളെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്താനായിരുന്നു ശ്രമം. എന്നാൽ ഇറാൻ ഉന്നയിച്ച ഉപരോധം പിൻവലിക്കണമെന്ന ആവശ്യവും ഇസ്രയേൽ ഉന്നയിച്ച ഇറാന്റെ ആയുധ ശേഖരം കുറയ്ക്കണമെന്ന ആവശ്യവും ഇരു വിഭാഗവും അംഗീകരിക്കാത്തതിനെ തുടർന്ന് ആ ചർച്ചകൾ പരാജയപ്പെട്ടു. ഈ പരാജയത്തിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത താക്കീതുമായി രംഗത്തെത്തിയത്. ഇസ്ലാമാബാദ് ചർച്ചകൾ പരാജയപ്പെട്ടെങ്കിലും മേഖലയിലെ സമാധാനം തകർന്നാൽ അത് തങ്ങളുടെ സാമ്പത്തിക താൽപര്യങ്ങളെ ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ ചൈനയും പാകിസ്ഥാനും ചേർന്ന് രൂപീകരിച്ചതാണ് പുതിയ 5 ഇന സമാധാന പദ്ധതി. ഇതിന്റെ പ്രധാന ഘടകങ്ങൾ ഇവയാണ്: പശ്ചിമേഷ്യയിലെ സംഘർഷ മേഖലകളിൽ നിന്നും പ്രകോപനപരമായ സൈനിക നീക്കങ്ങൾ ഒഴിവാക്കുക, ഇസ്രായേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കുക, ഹോർമുസ് കടലിടുക്ക് അന്താരാഷ്ട്ര വ്യാപാരത്തിനായി എപ്പോഴും തുറന്നിടുക, ഇതിന് പകരമായി മേഖലയിലെ ഇറാന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ ഉറപ്പ് നൽകുക, ഇറാനുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങളിൽ ഘട്ടം ഘട്ടമായി ഇളവ് നൽകുക. ഇത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നതിലൂടെ അവരെ ചർച്ചകളിലേക്ക് കൂടുതൽ ആകൃഷ്ടരാക്കാൻ സഹായിക്കും. ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണെന്ന് ഉറപ്പുവരുത്താൻ അന്താരാഷ്ട്ര നിരീക്ഷണ സമിതിയെ അനുവദിക്കുക. പകരമായി ഇസ്രായേൽ അവരുടെ അതിർത്തി സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഗ്യാരണ്ടി നൽകുക. പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബാഹ്യശക്തികളുടെ ഇടപെടൽ കുറച്ചുകൊണ്ടൊരു പ്രാദേശിക സുരക്ഷാ കൗൺസിൽ രൂപീകരിക്കുക. ഇതിൽ തുർക്കി, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തുക. അമേരിക്കൻ വിദേശ നയത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ തിരിച്ചുവരവ് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ മാറ്റിമറിച്ചു. ഇറാന്റെ നേരെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചാൽ അത് യുദ്ധപ്രഖ്യാപനമായി കാണുമെന്നും അമേരിക്കൻ നാവികസേന ഇറാനു നേരെ ആഞ്ഞടിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മുന്നറിയിപ്പ് നിലവിൽ വന്നതോടെ മേഖലയിലെ അറബ് രാജ്യങ്ങൾ ഭീതിയിലാണ്. യുദ്ധമുണ്ടായാൽ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരിക സൗദി അറേബ്യ, UAE ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളായിരിക്കും. എന്തുകൊണ്ട് ചൈനയും പാകിസ്ഥാനും ഈ വിഷയത്തിൽ ഇത്രയധികം താല്പര്യം കാണിക്കുന്നു? ഇതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ചൈനയുടെ വ്യവസായ മേഖലയ്ക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ വലിയൊരു ഭാഗം വരുന്നത് ഇറാനിൽ നിന്നും മറ്റു പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുമാണ്. യുദ്ധമുണ്ടായാൽ ഇന്ധനവില വർദ്ധിക്കുകയും ചൈനീസ് സമ്പദ് വ്യവസ്ഥ പ്രതിസന്ധിയിലാവുകയും ചെയ്യും. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി വഴി പശ്ചിമേഷ്യയിലേക്കും യൂറോപ്പിലേക്കും വ്യാപാരം വർദ്ധിപ്പിക്കാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു. മേഖലയിലെ അസ്ഥിരത ഈ സ്വപ്നങ്ങളെ തകർക്കും. കൂടാതെ ഇറാനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമെന്ന നിലയിൽ ഒരു യുദ്ധമുണ്ടായാൽ പാകിസ്ഥാനിലേക്ക് അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇറാന്റെ ആണവായുധ മോഹങ്ങൾ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് ഇസ്രയേൽ വാദിക്കുന്നു. അതിനാൽ തന്നെ ചൈനയോ പാകിസ്ഥാനോ മുന്നോട്ട് വെക്കുന്ന സമാധാന പദ്ധതികളിൽ അവർക്ക് വലിയ വിശ്വാസമില്ല. ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ സംഘടനകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കാതെ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ പരിഹരിക്കുക എന്നത് അങ്ങേയറ്റം സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. മതപരവും രാഷ്ട്രീയവും സാമ്പത്തികവുമായി നിരവധി ഘടകങ്ങൾ ഇതിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്നു. ചൈനയും പാകിസ്ഥാനും മുന്നോട്ട് വെച്ച 5 ഇന പദ്ധതി ഒരു നല്ല തുടക്കമാണെങ്കിലും അമേരിക്കയും ഇസ്രയേലും ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതിന്റെ വിജയം. യുദ്ധം ആർക്കും ഗുണകരമാകില്ലെന്ന തിരിച്ചറിവാണ് ലോകത്തിന് ഇപ്പോൾ വേണ്ടത്. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധ ഭീഷണികളും സൈനിക നീക്കങ്ങളും ഒഴിവാക്കി നയതന്ത്രപരമായ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ 21ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ദുരന്തമായി പശ്ചിമേഷ്യൻ യുദ്ധം മാറും. ചൈന പാക് സഖ്യത്തിന്റെ ഈ നീക്കം ഒരുപക്ഷെ ലോകത്തെ വലിയൊരു വിപത്തിൽ നിന്നും രക്ഷിക്കാനുള്ള അവസാനത്തെ കച്ചിത്തുരുമ്പാകാം. മനുഷ്യരാശിയുടെ സമാധാനത്തിനും ആഗോള സമ്പദ് വ്യവസ്ഥയുടെ സുസ്ഥിരതയ്ക്കും വേണ്ടി എല്ലാ രാജ്യങ്ങളും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെ പുതിയ സൂര്യോദയം ഉണ്ടാകുമോ, അത് യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ പെയ്യുമോ എന്ന് വരും ദിവസങ്ങളിലെ ചർച്ചകൾ വ്യക്തമാക്കും.